ചോറുരുട്ടിയ ഇല എടുത്ത് പിണ്ടത്തിന് മുകളിൽ കമഴ്ത്തുക. ചോറുരുട്ടിയ ഇല പിണ്ടത്തിന് മുകളിൽ കമഴ്ത്തുക. അതിന് മുകളിൽ ചോറുരുട്ടിയ ഇല, ഒരു പൂവിട്ട് ആരാധിക്കുക, ഒരു പൂവിട്ട് തൊഴുക. ഒരു പൂവിട്ട് തൊഴുതുകൊണ്ട് നമ്മൾ ബലി ഊട്ടി തൃപ്തിപ്പെടുത്തി ബാക്കിയുള്ള എല്ലാ പിതൃക്കളെയും ബലി ഊട്ടി തൃപ്തിപ്പെടുത്തി പിതൃക്കൾക്ക് പിണ്ടം വെച്ച് നമസ്കരിച്ചു. അവർക്ക് ജലഗന്ധ പുഷ്പധൂപാദികൾ സമർപ്പിച്ചു. ഇനി വേണ്ടത് അവരെ നമ്മൾ പിതൃലോകത്തേക്ക് നിന്നും ആവാഹിച്ച മഹാവിഷ്ണു ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആ ഇല നിവർത്തി വയ്ക്കുക, ആ ഇല നിവർത്തി വയ്ക്കുക. അതാ സ്ഥാനത്തിന് എടുത്ത സ്ഥാനത്തേക്ക് ഇല നിവർത്തുക. അതിൽ നിന്നൊരു ചോറെടുത്ത് നിങ്ങൾ മണപ്പിക്കുക. ചോറെടുത്ത് ഉദ്വസിക്കുക, മണപ്പിക്കുക. ഘ്രാണഭക്ഷണം സമർപ്പയാമി. ആ ഒരു ചോറ് മാത്രമേ എടുത്ത് ഉദ്വസിക്കുക. ഒരേ ഒരു ചോറെടുത്ത് ഉദ്വസിക്കുക, അത് പുറകിലേക്ക് കളയുക. ഘ്രാണഭക്ഷണം സമർപ്പയാമി. അല്പം ജലം കൊണ്ട് കൈ മാറ്റി ഒന്ന് കഴുകുക. എന്നിട്ട് ഒരിക്കൽ കൂടി ഒന്ന് നമസ്കരിക്കുക പിതൃവിനെ. കാരണം നമ്മളിനി ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായി ആ പിതൃവിനെ നമസ്കരിച്ച് നമുക്ക് എന്തെങ്കിലും കർമ്മങ്ങളിൽ പിഴവുകളോ ഉണ്ടെങ്കിൽ അതെല്ലാം പുറക്കണെ സങ്കല്പിച്ചുകൊണ്ട് നമസ്കരിക്കുക. നമസ്കരിക്കാൻ പറ്റുന്നവർ ശിരസ് കൊണ്ട്, അല്ലാത്തവർ കൈ കൊണ്ട് നമസ്കരിക്കുക. നമസ്കരിക്കാൻ പറ്റുന്നവർ ശിരസ് കൊണ്ട്, അല്ലാത്തവർ കൈ കൊണ്ട് നമസ്കരിക്കുക. പറയുക, പിതൃപാദവന്ദനം സമർപ്പയാമി എന്ന് തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് ആ കയ്യിലൊരു പൂവെടുത്ത് ഇനി ഭഗവാന്റെ പാദങ്ങളിലേക്ക് അയക്കുകയാണ്. ഞാൻ പറയുന്ന പോലെ എഴുതിയല്ലോ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും ഇരുന്നിരുന്ന് നടുകഴിക്കുന്നവരോട് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല. പറയുക, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസം 8-ാം തീയതിയും പുണർദം നക്ഷത്രവും അമാവാസി തിഥിയും വ്യാഴാഴ്ച ദിവസവും ഒത്തുചേർന്ന ഈ ശുഭദിനത്തിൽ പിതൃക്കളെയും മാതൃപിതൃ പരമ്പരയിൽപ്പെട്ട പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നിസ്രോതാദി പിതൃക്കളെയും പടിഞ്ഞാറ്റിൻകര ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ പിണ്ഡം ക്ഷേത്രപിണ്ഡമായി ഊട്ടി തൃപ്തിപ്പെടുത്തി മോക്ഷദായകനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പാദങ്ങളിലേക്ക് ഉദ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത് ഒരു പുഷ്പമെടുത്ത് പ്രാർത്ഥിച്ച് ഉദ്വാസനം ചെയ്ത്, അതായത് പൂർവ്വം മണപ്പിച്ച് പുറകിലേക്ക് കളയുക. എന്നിട്ട് ആ പിണ്ഡം ഒന്ന് ചെറുതായി കൈകൊണ്ട് നനക്കി ആ ഇലയെടുത്ത് കമഴ്ത്തി വയ്ക്കുക. പവിത്രമൂലി കെട്ടഴിച്ചു. പവിത്രമൂലി പൂവിരിക്കുന്നില്ലേ, പൂവ് നേരത്തെ നമ്മൾ പൂവ് ചന്ദനമൊക്കെ ചെല്ലേണ്ട ഓർമ്മയുണ്ട്, അതിലേക്ക് കെട്ടഴിച്ചു വയ്ക്കുക. പവിത്രമൂലി കെട്ടഴിച്ചു വയ്ക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, ഓം നമോ ഭഗവതേ വാസുദേവായ. പറയൂ, ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. എല്ലാ നമ്മുടെ പിതൃക്കളെയും ഒന്ന് മനസ്സിൽ ചിന്തിച്ച് അവരെല്ലാവരെയും ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. ശ്രീ മഹാവിഷ്ണു പാദേ ഉദ്വാസയാമി, ഉദ്വാസയാമി. ആ തൃപ്പാദങ്ങളിലേക്ക്, ഭഗവാൻ തൃപ്പാദങ്ങളിലേക്ക് നമ്മളെ പിതൃക്കളെ നമ്മൾ അയച്ചു. ഒരിക്കൽ കൂടി പറയുക, സാഷ്ടാംഗ പ്രണാമം പറയൂ. സമർപ്പയാമി, സമർപ്പയാമി. സമസ്താപരാധം ക്ഷമസ്വ, ക്ഷമസ്വ, സമക്ഷമസ്വ അഖിലേശ്വര. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. കൃഷ്ണായ വാസുദേവായ, ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് തൊഴുത് ആ പിണ്ഡം എടുത്ത് ശിരസ്സിന് മുകളിലേക്ക്, വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഗ്ലാസ് അവിടുന്ന് മാറ്റി കൊടുക്കുമ്പോൾ ഇതിലേക്ക് പോകും, മാറ്റിക്കോളൂ, ഗ്ലാസ് മാറ്റിക്കോളൂ. എടുത്ത മുകളിലേക്ക് വെച്ച് തിരിഞ്ഞു നോക്കാതെ പ്രാർത്ഥനയോടുകൂടി ഓം നമോ നാരായണ മനസ്സിൽ ഉയർത്തുകൊണ്ട്
അവിടെ എങ്ങും കൊണ്ട് വയ്ക്കരുത്, അതിരുകളിൽ കൊണ്ട് വയ്ക്കരുത്. നേരത്തെ അങ്ങനെ ഇവിടെ അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. കാക്കയ്ക്ക് കൊടുത്തതിന് ശേഷം ബാക്കി അവിടെ തർപ്പണം ചെയ്ത് പ്രാർത്ഥിച്ച് തിലഹവനം നടത്തി ആ പ്രസാദവും സ്വീകരിക്കുന്നതിലേക്ക് പ്രവേശിക്കാം. സ്ഥലമുണ്ട്, ധാരാളം സ്ഥലം ഉണ്ട്. നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് വരാം. തർപ്പണം കഴിഞ്ഞവർ ഇവിടെ വന്ന് പ്രസാദമായി സ്വീകരിക്കുക. അതുപോലെ തിലകോലം കഴിക്കുക, പിതൃപൂജ